ഇനിയിപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഈ ദിവസങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാവുന്ന പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളും അതിലെ നടപടികളും തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക കോൺഗ്രസിന് നന്നായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപായി അണികളെയും ജനങ്ങളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് തീരുമാനം. ഈ മാസം അവസാനത്തോടെ തുടങ്ങുന്ന ഭവന സന്ദർശന പരിപാടി വഴി പാർട്ടി എടുത്ത നടപടിയും നിലപാടും വ്യക്തമാക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പാർട്ടി രണ്ട് തരത്തിലുള്ള നടപടിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി MLA സ്ഥാനം രാജിവെപ്പിക്കുന്നത് നിലവിലൊരു ബൈ ഇലക്ഷന് വഴിവെക്കും എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് കോൺഗ്രസ് പറയുന്നു. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന്. അതോടെ പാർലമെന്ററി പാർട്ടിയിൽ അംഗത്വമാകാനുള്ള രാഹുലിൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രാഹുലിനെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ രാഹുൽ ഒരു സ്വതന്ത്ര MLA എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ബ്ലോക്കിൽ ഇരിക്കേണ്ട ഒരാളായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവധിയെടുപ്പിക്കാനുള്ള നീക്കം കൂടി ഉണ്ടാകും എന്ന സൂചനകളും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കർശനമായ നടപടികൾ തങ്ങൾ സ്വീകരിച്ചു എന്നായിരിക്കും കോൺഗ്രസ് ഈ ഭവന സന്ദർശനങ്ങൾ ഉൾപ്പെടെ നടത്തി പറയാൻ പോകുന്നത്. മാത്രമല്ല, ഇത് CPIM-ഉം BJP-യും വലിയ വിധത്തിൽ ആയുധമാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പോൾ ആളുകളെ കൂടുതൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വരാതിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 8 മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമെന്ന ബോധ്യം പാർട്ടിക്കുണ്ട്. PR പ്രവീണയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുഡ് മോർണിംഗ് പ്രവീണ. എന്തായാലും രാഹുലിനെതിരായ നടപടി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഇയറിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസിൻ്റെ നടപടി? ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് ഇങ്ങനെ ഉണ്ടായൊരു വിവാദം പാർട്ടിയെ വല്ലാത്ത തരത്തിൽ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലുമായിരുന്നു. അതിനെ തുടർന്നാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. ഇനി ഈ നടപടി അണികൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ എന്തുകൊണ്ട് MLA പദവിയിൽ തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ട് എന്നതടക്കം നേതാക്കൾക്ക് വിശദീകരിക്കേണ്ടി വരും. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ 2 തവണ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു എന്നുള്ള ഒരു കാര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അത് ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. BJP-ക്ക് വളം വയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടായിരുന്നു തങ്ങളുടെ ഈ നീക്കം എന്നുള്ള കാര്യം അറിയിക്കും. ഈ 28-ാം തീയതി മുതൽ ഭവന സന്ദർശനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഓരോ വീടും കയറിയുള്ള ഭവന സന്ദർശനത്തിൽ നേതാക്കൾ, അതായത് താഴെത്തട്ടിലുള്ള അണികളെ ഉൾപ്പെടെ, ഈ നേതാക്കളെ ഉൾപ്പെടെ, പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ ഇക്കാര്യം ബോധ്യപ്പെടുത്തി ജനങ്ങളെ അറിയിക്കുക കൂടിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി പൊതുയോഗങ്ങളും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ UDF-നുള്ളിലും അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിലുമുള്ള എല്ലാവരെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാകും മുന്നോട്ട് പോകുക. അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഇതേ വിലയിരുത്തൽ തന്നെയാണ് ദേശീയ നേതൃത്വത്തിനുമുള്ളത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പമല്ല കോൺഗ്രസിനും UDF-നും കാര്യങ്ങൾ. ഒരു കാലത്ത് മാത്രമാണ് ഏറ്റവും അധികം ഭൂരിപക്ഷം നേടാനായത്. ആ ഘട്ടത്തിലേക്ക് തിരിച്ചെത്തിക്കാനാകുമോ എന്നുള്ള ശ്രമം നടക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് കൂടിയാണ് ഇന്നലെ മുതൽ പ്രത്യാക്രമണം തുടങ്ങുകയും ചില തെളിവുകൾ കയ്യിലുണ്ട് എന്ന് VD സതീശൻ അടക്കം പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ആ തെളിവുകൾ പുറത്തുവിടുമ്പോൾ എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം? പക്ഷെ അവിടെയും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്താൽ ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ചോദ്യം ഉയർന്നാൽ അതിനെയും പ്രതിരോധിക്കാൻ പാർട്ടി ഈ സമയത്ത് തയ്യാറെടുക്കേണ്ടി വരും. ബിനിൽ. പ്രവീണ, അതിനെയും പ്രതിരോധിക്കാൻ പാർട്ടി ഇങ്ങനെ തയ്യാറെടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ജനങ്ങളെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടി പ്രവർത്തകരെ കൂടി ഈ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരില്ലേ? സ്വാഭാവികമായും ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ആശങ്കയോടെയാണ് ഇത് നോക്കിക്കാണുന്നത് എന്നത് പാർട്ടിയിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, വനിതാ നേതാക്കൾ തന്നെ ഈ കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള പരസ്യമായ പ്രതികരണങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാർട്ടിയിലെ പ്രവർത്തകരെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത നേതൃത്വത്തിനുണ്ടാകില്ലേ? തീർച്ചയായും ഉണ്ടാകും. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും പ്രതിരോധം തീർക്കുന്നത്, അതായത് MLA സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാത്തതിൽ പ്രതിരോധം തീർക്കുന്നത് CPM-ലെ എത്ര MLA-മാർ, അതായത് മന്ത്രിസഭയിലെ ആൾക്കെതിരെ വരെ ആരോപണം ഉയർന്നു. അതിനുശേഷം MLA-മാർക്കെതിരെ FIR ഇട്ട് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങി. പക്ഷേ പാർട്ടി എന്ത് നടപടിയെടുത്തു? MLA സ്ഥാനത്ത് നിന്ന് നിങ്ങൾ മാറ്റിയോ? അറസ്റ്റ് ചെയ്തിട്ട് മാറ്റിയോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോഴും തിരികെ ചോദിക്കാവുന്ന ചോദ്യം, CPM-ഉം BJP-യും ചെയ്യുന്നത് പോലെയാണോ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ്. അപ്പോഴാണ് പാർട്ടിയിൽ
നിന്നടക്കം സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി എന്നുള്ള ഒരു മറുപടി പറയാൻ പറ്റുന്നത്. പക്ഷേ അവിടെയാണ് പാർട്ടിക്ക് കൃത്യമായി എന്തുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് രാജിവയ്പ്പിച്ചില്ല എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടി വരിക. അതിന് കൃത്യമായ കാരണങ്ങൾ ഇപ്പോൾ നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പും കോൺഗ്രസ് അടിച്ചേൽപ്പിക്കുന്നതാണ്. ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് ഷാഫിയെ വടകരയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതാണ്. അല്ലെങ്കിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കോൺഗ്രസ് അടിച്ചേൽപ്പിച്ചതാണ്. രണ്ടാമത് വീണ്ടും കോൺഗ്രസിൻ്റെ തന്നെ ഉത്തരവാദിത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം. രണ്ട്, പാർട്ടി ഇപ്പോൾ നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അടക്കം കോടികൾ ചെലവഴിച്ചാണ് അവിടെ പ്രചരണം അടക്കം നടത്തി വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രാഹുലിനെ പോലെ ഒരാൾ വന്നപ്പോൾ പോലും അത്രയധികം തുക ചെലവായെങ്കിൽ ഇനി വരുന്ന ആളിനെ ആ മണ്ഡലത്തിൽ അത്രയധികം പോപ്പുലർ അല്ലെങ്കിൽ, ആ മണ്ഡലത്തിൽ അധികം പോപ്പുലർ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൽ കൂടുതൽ തുക ചെലവാകും. അപ്പോൾ അത്രയധികം സാമ്പത്തിക ഭദ്രതയിലല്ല പാർട്ടി ഉള്ളത് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തും. ഇനിയുള്ള ദിവസങ്ങൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട സമയമാണ്. ആ സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ പാർട്ടിയുടെ ഒരു കോൺസെൻട്രേഷൻ നഷ്ടമാകും. ആ ഒരു വികേന്ദ്രീകരിച്ച് പോയി കഴിഞ്ഞാൽ നേടാവുന്ന സീറ്റുകളൊക്കെയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമാണ് പ്രാദേശിക നേതാക്കളെ അടക്കം വിശദീകരിച്ച് മനസ്സിലാക്കിക്കുക. ശരി, താങ്ക് യു. PR പ്രവീണയാണ് വളരെ വിശദമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇത് ജനങ്ങളോട്, പാർട്ടി പ്രവർത്തകരോട്, പാർട്ടിയിലെ വനിതകളോട് ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ കൺഫ്യൂഷൻ പൂർണ്ണമായി മാറ്റിയാൽ മാത്രമേ കോൺഗ്രസിന് രക്ഷയുള്ളൂ എന്ന കാര്യത്തിൽ സംശയം ഇല്ല.